ഹായ് ഗായ്സ്, ഞാൻ ആയുഷ്. ഒരുവിധം എല്ലാവർക്കും ഇപ്പം എൻ്റെ ഡെയിലി റുട്ടീൻ മനസ്സിലായി കാണുമല്ലേ? അങ്ങനെ മണ്ടയ്ക്കൊന്ന് ഇറങ്ങി തറയെ വന്നപ്പോൾ ദാണ്ട് പൂക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ഇത് ബോറടിച്ച് തുടങ്ങുന്നുണ്ടോ? എന്നാൽ നമുക്ക് വെറൈറ്റി കണ്ടന്റ് ഇനിയും മാറ്റി പിടിക്കാം കേട്ടോ. അങ്ങനെ പൂക്കി എടുത്ത് എന്തൊക്കെയോ ഞാൻ കാണിക്കുകയാണ് ഇപ്പം. ഞാൻ പല്ല് തേച്ച് കഴിഞ്ഞ് ചെന്ന് നോക്കിയപ്പോൾ പൂക്കിയാണെങ്കിൽ ക്ഷീണിതനായി കിടക്കുന്നു. അങ്ങനെ പൂക്കിക്ക് ഒരു ചാറ്റയും കൊടുത്ത് ഞാൻ നേരെ അപ്പുറത്തോട്ട് വിട്ട് ചായ കുടിക്കണ്ടേ. ഇവളെ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ പിങ്കി. ഇപ്പൊ സമയം 12:15 കഴിഞ്ഞ്. പിന്നെ ഞാൻ കണ്ണാടി നോക്കി ഇച്ചിരി ഷോയൊക്കെ അങ്ങ് ഇറക്കി. അടുക്കളയിൽ ചെന്നപ്പോ ദാണ്ട് അമ്മച്ചമ്മ മാങ്ങ മുറിക്കാൻ പോകുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലേ, ഇന്ന് ഞാൻ എൻ്റെ 10 പഠിച്ച കൂട്ടുകാരുമായിട്ട് കുറെ നാളിന് ശേഷം ഫുട്ബോൾ കളിക്കാൻ പോവാ. എൻ്റെ ഷോർട്സ് ആക്കി കീറി. പിന്നെ ഞാൻ അമ്മയെ കൊണ്ടിരുന്ന് തയ്പ്പിക്കും. അമ്മ നല്ലോണം തയ്ക്കും. അങ്ങനെ അമ്മ നമുക്ക് തുണിയൊക്കെ തയ്ച്ചു കഴിഞ്ഞ് പിന്നെ അമ്മ പൂക്കി എടുത്തോണ്ട് നിൽക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയി ഫ്രഷായി. അവിടുന്ന് ഞാൻ നേരെ കടയിലോട്ട് പോയി പാല് വാങ്ങിക്കാൻ. ചായ കുടിച്ചിട്ട് പോവാന്ന് വെച്ച് പാല് കൊടുത്ത് ചായയും കുടിച്ച് ഞാൻ നേരെ ടെറഫിലോട്ട് പോയി. ഈ മുടി ചീകി എക്സ്പ്രഷൻ ഇടുന്നവനാണ് സിദ്ധാർത്ഥ് ആറ്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ വേറെ ആൾക്കാർ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. 5:15 ആയപ്പോൾ അവരിറങ്ങിയത്. ഈ കാണുന്ന ക്ലിപ്സ് ഒക്കെ കളി കഴിഞ്ഞുള്ളതാണേ. 10ാം ക്ലാസ് കഴിഞ്ഞാലും ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ കളിക്കാനൊക്കെ പോകും. ഇതാണ് സിദ്ധാർത്ഥ് ബി. അത് കഴിഞ്ഞ് ഞാനും ജാസിമും അവൻ്റെ അനിയനും കൂടെ നേരെ ഷേക്ക് കുടിക്കാൻ പോയി. അങ്ങനെ ഷേക്ക് കുടിച്ച് ഞാൻ വന്ന് നേരെ ദിവ്യത്തിൻ്റെ ബർത്ത്ഡേക്ക്. അപ്പോൾ അവനെ എല്ലാവരെയും മിസ് ചെയ്തേക്ക്. നമുക്കിനി അടുത്ത വരവിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.